നമ്മുടെ ഈ ശരീരത്തിന് കണ്ണുകളും കാതുകളും ഉള്ളതുപോലെ, സംസാരിക്കാൻ കഴിവുള്ളതുപോലെ, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ അഥവാ നമ്മുടെ ഉള്ളിലെ ആത്മാവിനും എന്തുണ്ട്? കണ്ണുകളുമുണ്ട്, കാതുകളുമുണ്ട്, സംസാരിക്കാനുള്ള കഴിവുകളെല്ലാം ഉണ്ട്. അത് തെളിയിക്കപ്പെടാൻ യേശു ഒരു യഥാർത്ഥ സംഭവ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പടിപ്പുര വാതിക്കൽ ഒരു പാവപ്പെട്ട ലാസറും ഉണ്ടായിരുന്നു, വ്രണബാധിതനായൊരു ലാസറും. ഇവർ രണ്ടുപേരും മരിച്ചു. അപ്പോൾ അവർക്ക് ഈ ഭൂമിയിലുണ്ടായിരുന്ന ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ലോകത്തിലേക്ക് അവർ പോയി. ആ മറ്റൊരു ലോകത്തിലേക്ക് പോയത് അവരുടെ ശരീരമല്ല. ശരീരം എവിടെയോ, അവർ രണ്ടുപേരുടെ ശരീരം എവിടെയോ സംസ്കരിച്ചിട്ടുണ്ട്. പോയത് അവരുടെ ഉള്ളിലെ ആത്മാവാണ്. അവരുടെ ഉള്ളിലെ ആ യഥാർത്ഥ മനുഷ്യൻ ആത്മിക ലോകത്തിലേക്കാണ് അവർ പോയത്. പോയപ്പോൾ അവർക്ക് ആത്മിക ലോകത്തിലെ കാര്യങ്ങൾ കാണാൻ പറ്റി. ഈ ധനവാന്റെ ആത്മാവ് യാതനാ സ്ഥലത്തുള്ള തീയിൽ കിടന്ന്, അപ്പോൾ തീയിൽ കിടന്നവൻ ചുട്ടുപൊള്ളുകയാണ്. അപ്പോൾ ആത്മാവിന്, അപ്പൊ നമ്മുടെ ശരീരത്തിനൊരു തീപ്പൊള്ളലേറ്റാൽ നമുക്കത് പെട്ടെന്നറിയാം. ഇതുപോലെ തന്നെ ആത്മാവിനും എന്തുണ്ട്? പൊള്ളലേൽക്കും. ആ തീജ്വാലയിൽ കിടക്കുന്ന സമയത്ത് അവനൊരു അല്പം ദാഹത്തിനു വേണ്ടി ആഗ്രഹിച്ചു, ജലത്തിനു വേണ്ടി അവൻ ആഗ്രഹിച്ചു. അപ്പോൾ ആത്മാവിന് ദാഹമുണ്ട്, ആത്മാവിന് ഉഷ്ണം അനുഭവിക്കാൻ പറ്റും. മാത്രമല്ല, അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? ആ പാവപ്പെട്ട ലാസറിനെ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആത്മാവിന് കാണാൻ കഴിയും. അബ്രഹാമും ഈ ലാസറും തമ്മിൽ, ഈ ധനവാനും തമ്മിൽ ഒരുപാട് സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ ആത്മാവിന് സംസാരിക്കാൻ കഴിയും, കേൾക്കാൻ പറ്റും. നമ്മുടെ ഈ ശരീരത്തിന് കാണാനും കേൾക്കാനും സ്പർശിക്കാനും കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ആത്മാവിനും ഇതെല്ലാം അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്, ലാസറും ഈ ധനവാനും അവിടെ ആത്മാക്കൾ പലതും കണ്ടത് അവരുടെ മരണശേഷമാണ്. എന്നാൽ നമുക്കും അദൃശ്യമായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവിടെ നടുവിലുണ്ടെന്ന് പറയുന്നു. നമ്മൾ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? യേശു ഉണ്ട്, ഇന്നിവിടെ യേശു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ ശരീരത്തിലെ ഈ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് യേശുവിനെ കാണാൻ പറ്റില്ല? യേശുവിനെ കാണാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ നേത്രങ്ങൾ തുറക്കപ്പെടണം. എന്തുകൊണ്ട് നമുക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അദൃശ്യമണ്ഡലത്തിലെ പല കാര്യം കാണാൻ പറ്റുന്നില്ല? അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ടില്ല. പ്രകാശിക്കപ്പെടാത്ത കാലത്തോളം നമുക്കെല്ലാം കേട്ട് വിശ്വസിക്കാനേ പറ്റുള്ളൂ, ഒന്നും കാണാൻ പറ്റില്ല. ഞാനതിന് മറ്റൊരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിലെ ഏലീശ പ്രവാചകൻ, അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഗേഹസി. ഒരിക്കൽ ആരാം സൈന്യം ഏലീശയെ പിടിച്ചു കൊണ്ടുപോകാൻ പോവേണ്ടി വലിയൊരു സൈന്യത്തെ അയച്ചു. ഇപ്പൊ വീടിനുള്ളിൽ പ്രവാചകൻ ഇരിക്കുകയാണ്. ഈ വലിയ സൈന്യത്തിന്റെ വരവ് കണ്ട് അവിടെ വീട് വളഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചക ശിഷ്യന് പേടിയായി. അവൻ വന്ന് പ്രവാചകനോട് പറഞ്ഞു, നമ്മുടെ കാര്യം പോക്കാൻ, ശത്രു സൈന്യം വന്നിട്ടുണ്ട്,
അവിടെ സൈന്യം നമ്മളെ വളഞ്ഞിരിക്കുകയാണ്. നമുക്കിനി രക്ഷയില്ല. നമ്മുടെ കാര്യം ഒന്നിനും നമ്മൾ കൊല്ലും, അല്ലി പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ ഭീകരമായ വാർത്ത ഈ പ്രവാചക ശിഷ്യൻ വന്ന് പറയുമ്പോഴും ഏലീശ പ്രവാചകൻ കൂളായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കോചമില്ല, ഭയമില്ല, പതറിച്ചയില്ല, ഒരു ടെൻഷനുമില്ല, കൂളായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഇവന്റെ വർത്തമാനമല്ല കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ശാന്തമായിട്ട് ഏലീശ പ്രവാചകൻ പറഞ്ഞു, അവരോട് കൂടിയുള്ളവരെക്കാൾ നമ്മോട് കൂടിയുള്ളവർ അധികം. അങ്ങനെ പറഞ്ഞത്, അവരോട് കൂടിയുള്ളവരെക്കാൾ നമ്മോട് കൂടിയുള്ളവർ അധികം. ഇവൻ സ്കൂളിൽ പഠിച്ച സകല കണക്കുകളും വെച്ച് കൂട്ടി നോക്കിയാണ്, കരിച്ചു നോക്കിയാണ്, കുറച്ച് നോക്കിയാണ്, പ്ലസ് ചെയ്ത് നോക്കിയാണ്. എടാ, ഈ വീടിനകത്ത് ഗുരുവായിരിക്കുന്ന എൻ്റെ പ്രവാചകനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. എത്ര കൂട്ടിയിട്ടും കിഴിച്ചിട്ടും ഹരിച്ചിട്ടും ഗുണിച്ചിട്ടും 2 എന്നുള്ള സംഖ്യ മാത്രമാണ് അവന് കിട്ടിയുള്ളൂ. കാരണം അവർ 2 പേരേ ഉള്ളൂ. പക്ഷേ പ്രവാചകൻ, ഏലീശ പ്രവാചകൻ എന്താ പറഞ്ഞത്? അവരോട് കൂടെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് സൈന്യമാണ് വന്നിരിക്കുന്നത്. അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവര് അധികം. ഇവൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഏലീശ പ്രവാചകൻ ദൈവത്തോട്, കർത്താവേ, ഇവന്റെ ഒന്ന് കണ്ണൊന്നങ്ങ് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. ഒന്ന് തുറന്നു കൊടുക്കണം. ഏലീശ പ്രവാചകൻ കാണാത്ത പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തന്റെ പ്രവാചക ശിഷ്യന് അദൃശ്യമണ്ഡലത്തിലെ കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ ഉള്ളിലെ ആത്മാവിന്റെ നേത്രങ്ങൾ തുറക്കപ്പെട്ടില്ല. എന്നാൽ പ്രവാചകൻ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച കഴിഞ്ഞ ഉടനെ ദൈവം അവന്റെ കണ്ണുകൾ തുറന്നെന്നാൽ ദൈവം ഈ ശിഷ്യന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി, അവൻ അത്ഭുതപ്പെട്ടു പോയി, അവൻ അതിശയിച്ചു പോയി. അഗ്നിമയ രഥങ്ങളുമായി ഊരിപ്പിടിച്ച വാളുമായി കോടാനുകോടി ദൈവദൂതന്മാരുടെ ഒരു സഞ്ചയം അവരെ സംരക്ഷിക്കുവാൻ അവരുടെ ചുറ്റും നിൽക്കുന്ന കാഴ്ച കണ്ട് ഈ പ്രവാചക ശിഷ്യൻ ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും പല വിഷയത്തിലും പതറുന്നതിന് കാരണം, ഭയപ്പെടുന്നതിന് കാരണം, പുറകോട്ട് പോകുന്നതിന് കാരണം, കാണേണ്ട പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും കാണുന്നില്ല. ദൈവത്തെ കാണുന്നില്ല, ദൈവത്തിന്റെ സംരക്ഷണ വലയം നമ്മൾ കാണുന്നില്ല. അത് കണ്ടു കഴിഞ്ഞാൽ, അത് ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ശരിയല്ലേ? ആ ശത്രു സൈന്യത്തിന് ഈ പ്രവാചകന്റെ അടുക്കലേക്ക് വരാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ ദൈവം അന്ധമാക്കി കളഞ്ഞു. നടന്ന സംഭവം. ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ പല ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, നമുക്ക് അത്രയുള്ളൊരു അനുഭവം ലഭിക്കുന്നതിൽ കാരണം നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ നേത്രങ്ങൾ പ്രകാശിക്കപ്പെട്ടിട്ടില്ല. അത് പ്രകാശിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കപ്പെടണമെങ്കിൽ, ആത്മീക നേത്രങ്ങൾ പ്രകാശിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ കാണാൻ പറ്റാത്ത പല കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ വാക്യത്തിൽ പൗലോസ് ഒരുപാട് വിഷയങ്ങളും, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വരുമ്പോൾ അവസാനം അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മീക നേത്രങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചു പറ്റൂ. പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുണ്ടെങ്കിൽ, ദൈവത്തോട് ശക്തമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെയും നിങ്ങളുടെ കണ്ണുകൾ, ആത്മിക കണ്ണുകൾ ദൈവം തുറന്നു തരും. അതോടെ നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവത്തിന് പോലും വലിയ മാറ്റങ്ങൾ വരും.